ഏതാ ഇതിന്റെ അല്ല, ഒരു കാര്യം വ്യക്തമാണല്ലോ. നമ്മൾ സിൽവർ ലൈൻ പദ്ധതിയെ ഞങ്ങൾ എതിർത്തു. എന്തുകൊണ്ടാണ്? അതിന്റെ DPR കണ്ടു. അത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും. ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കും. അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞാണ്. അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതിനെ എതിർക്കുന്നില്ല, പദ്ധതി എന്താണെന്ന് അറിയട്ടെ, നമുക്ക് നോക്കാമെന്ന് പറയും. ഞാനത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം? സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയെ എതിർത്തു, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയെ അനുകൂലിച്ചു. ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത്, റെയിൽവേക്കല്ല അതിന്റെ ഉത്തരവാദിത്തം. അവര് പദ്ധതി പ്രഖ്യാപിക്കട്ടെ. ഈ ശ്രീധരനെ പോലത്തെ ഒരാളാണ് അത് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത്, എന്തെല്ലാം. ഇപ്പൊ ഒരു കാര്യം വ്യക്തമായല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് പറയാം. മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പറയാം, പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല. ഇപ്പൊ ശ്രീധരനെ പിടിക്കുന്നില്ല. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവര്. ശ്രീധരനെ മാറ്റരുത്, ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല, ഇവര് തന്നെ ഉണ്ടാക്കിയതാണ്. ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി, ശ്രീധരനെ മാറ്റരുത്. ഇപ്പൊ ശ്രീധരനെ പിടിക്കുന്നില്ല. എനിക്കറിയില്ല എന്താണ്. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല, വരണം. കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോ കേരളത്തിന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ. പോണ പോക്കിലാണ് ഇത് പറഞ്ഞത്. 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോണ പോക്കിലാണ് ഇത് പറയുന്നത്. അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത്. ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല പദ്ധതിയാണ്, ഞങ്ങളത് പരിശോധന നടത്തും. കേരളത്തിന് ദോഷകരമായി ബാധിക്കാത്ത, കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കും. അല്ല, സ്പ്രിംഗ്ലർ കേസിന് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്പ്രിംഗ്ലർ കേസ് ഇട്ടിട്ട് ഓടിയതാരാണ്? സ്പ്രിംഗ്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് ഓടിയതാരാണ്? പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത്. അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോ അത് നടപ്പായില്ലല്ലോ. പിന്നെ കോടതി എന്ത് പറയാനാ? കോടതി നടപ്പാക്കാൻ പോയപ്പോഴാണ് അതിന്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയത്. ഒരു കുഴപ്പവും ആ പദ്ധതിക്ക് ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഓടിയെന്തിനാ? പ്രതിപക്ഷം പറഞ്ഞപ്പോ ഇട്ടിട്ട് ഓടുന്ന അത്രേ ധൈര്യമുള്ളോ? ഞാൻ കരുതുന്നില്ല. അല്ലല്ല, ആ ഡേറ്റ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏജൻസി അല്ല സ്പ്രിംഗ്ലർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരിട്ടിട്ട് പോയല്ലോ, പദ്ധതി ഇട്ടിട്ട് പോയല്ലോ. പിന്നെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ കോടതിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കേസിലല്ലോ, ഇത് ബ്രൂവറി കേസ് ഉണ്ടാകുന്നു, AI ക്യാമറയുടെ കേസ് ഉണ്ടാകുന്നു, വളരെ ഗുരുതരമായ പരാമർശം അതൊക്കെ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും. കോടതി നടപടിയെടുത്തുകൊണ്ടല്ലേ 3 CPM നേതാക്കന്മാര് അയ്യപ്പന്റെ സ്വർണം കൊള്ളാടത്തിന് ജയിലിൽ കിടക്കണത്. അതാ, അപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? കോടതിയിൽ ആര് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും. 2 കേസ് ടൈം ഡിലേഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിന്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്ട് ചെയ്തത്. അത് ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് ആ 2 കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല. ഈ ഞാനും രമേശ് ചെന്നിത്തലയും കൊടുത്തത് ഫോണിലും ക്യാമറയുടെ കേസിലാണ്. ആ 2 കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. വൈകിപ്പോയി എന്നുവെച്ചാൽ അത് പദ്ധതി പൂർത്തിയായി. ആ സമയത്ത് ഇനിയിപ്പോ അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഇൻഫ്രക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത്.
അത് പബ്ലിസിറ്റി ആണോ അല്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ച് ആ കേസ് നടത്തി. മറ്റേ കേസിൽ പണം കൊടുത്തത് തടഞ്ഞു വെച്ചു. കാരണം പ്രൈമാ ഫസി ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ രണ്ട് കേസിലും പറഞ്ഞത് ഇപ്പോ ഇൻഫ്ലക്ഷ്യസ് ആയി. കാരണം ആ പദ്ധതി നടപ്പിലായി. ഇപ്പൊ നിങ്ങൾക്കറിയാം 2019 20 ലക്ഷം പേർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു ഒന്നാണ് 2019. ഇപ്പൊ 10 കൊല്ലമായി ആ പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര കോടി രൂപ സംസ്ഥാനത്ത് മുടങ്ങി, എത്ര പേർക്ക് ഇത് കൊടുക്കാൻ പറ്റി. കൊടുത്ത ഓഫീസിൽ വരെ ഇത് വേണ്ടെന്ന് പറയാണ്. കെ ഫോൺ കണക്ഷൻ കൊടുത്ത ഓഫീസുകളിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവർ റിന്യൂ ചെയ്യുന്നില്ല. കേരളത്തിന്റെ എക്സ്ചക്കറിൽ നിന്ന് കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയാണ് കെ ഫോൺ. അത് തെളിഞ്ഞോളും. അത് കോടതി തന്നെ പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ്. ജാമ്യം കോടതി കൊടുക്കുന്നില്ല, ഹൈക്കോടതി കൊടുക്കുന്നില്ല, സുപ്രീം കോടതി കൊടുക്കുന്നില്ല. പിന്നെ ജാമ്യം കിട്ടാനുള്ള ഏക വഴി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാണ്. അതായത് കുറ്റപത്രം കൊടുക്കാതിരിക്കുക, കുറ്റപത്രം വൈകിക്കുക. കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ പുറത്തിറങ്ങാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വഴങ്ങരുത്. ഇത് തന്നെ കോടതി പറഞ്ഞു. അതായത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും, 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ ജാമ്യം കിട്ടാനുള്ള അന്തരീക്ഷം SIT ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞത് ഞങ്ങളും പറയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാവരും പുറത്തിറങ്ങിയാൽ ഈ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നതിന്റെ തെളിവുകളൊക്കെ ഇവർ പുറത്തു വന്നാൽ നശിപ്പിക്കും. എല്ലാം അടിച്ചു മാറ്റിയതാണ്. കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം അടിച്ചു മാറ്റിയിട്ട് രണ്ടാമത് ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അടിച്ചു മാറ്റാൻ ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി. ഈ വാസവൻ മന്ത്രിയായിരിക്കുമ്പോ, പ്രശാന്ത് പ്രസിഡന്റായിരിക്കുമ്പോ ഒരു ശ്രമം കൂടി നടത്തി. ഒരു പ്രാവശ്യം കട്ടിട്ട് വീണ്ടും കക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തി ഫേക്ക് അർജൻസി ഉണ്ടാക്കിയെന്ന് കോടതി പറഞ്ഞിരിക്കുക. ആ കോടതി വിധിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട. അതില് ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരിതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൌരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൌരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ദുരൂഹത അതിന്റെ പുറകിലുണ്ട്. അത് അന്വേഷിച്ച് അതിന്റെ സത്യം പുറത്തു വരണം. സ്പ്രിംഗ്ലറിൽ നിയമമന്ത്രി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അങ്ങ് മാപ്പ് പറയണം. അതായത് ഒരു ഇൻവെസ്റ്റർ ഇവിടെ നിന്ന് പോയി ഒരു നിക്ഷേപകനാണ് ഇവിടുന്ന് പറഞ്ഞയച്ചത്. അതുകൊണ്ട് അന്ന് നടത്തിയ ആരോപണങ്ങൾ തെറ്റായെന്ന് തെളിഞ്ഞു കോടതിയിൽ. അതുകൊണ്ട് മാപ്പ് പറയണം സമൂഹത്തോടെന്നാണ് കഴിഞ്ഞ ദിവസം പി രാജീവ് എന്തെല്ലാം പറയുന്നു. പി രാജീവ് ഇപ്പോ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഗെയിൽ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി. ഇല്ലേ, പറയാറില്ലേ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തിയ പി രാജീവിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചത്. അദ്ദേഹം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ല. ഇല്ല, എന്റെ കയ്യിൽ അതിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പ്രസംഗിച്ച ആളാ കേരളത്തിന്റെ വ്യവസായ മന്ത്രി. അദ്ദേഹം മറക്കണ്ട. മന്ത്രി വി ശിവൻകുട്ടി അവനെന്ന് വിളിച്ചിട്ടില്ലെന്ന് താങ്കൾ സഭയിൽ പറഞ്ഞു. അത് കള്ളത്തരമാണെന്ന് ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇല്ല, അതില് അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിനും ഞാനില്ല. ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്ക് ഞാൻ അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ. എനിക്കത് താങ്ങില്ല. അദ്ദേഹം പറ്റില്ല എനിക്ക്. അദ്ദേഹം വളരെ വലിയ ഒരാളാണ്. അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ്. എനിക്കതെല്ലാം കുറവാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങൾ അതിന്റെ യുക്തിയെക്കുറിച്ചൊന്ന് ആദ്യം ആലോചിക്കും. വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. ഞാൻ അതൊക്കെ
അല്ലല്ല ഞാൻ അദ്ദേഹത്തുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ ഞാനില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ഞാനില്ല. അല്ല എന്തുവേണേലും പറഞ്ഞോട്ടെ. അതൊക്കെ എവിടെന്ന് ബിജെപിയുമായി ഡീലാണെന്നൊരു ആരോപണം പറയുന്നത് യുഡിഎഫിന്റെ ചെയർമാൻ ഇല്ല പറയില്ല. അല്ല അതിന് മറുപടി ഇല്ല. അതിന് മറുപടി ഇല്ലെന്ന്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ആളുകൾക്ക്. ഇത് എല്ലാവരും ആളുകൾ ഇതൊക്കെ നോക്കി കാണുകയാണ്. 25 കൊല്ലം പറവൂർ MLA ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാമോ ഒന്ന് വെല്ലുവിളിക്കുക, എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയാ, അത് കുറെ ദിവസം ആഘോഷിക്കുക. അപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറെ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല. AKG സെന്ററിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഇരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില CPM നേതാക്കന്മാരുടെ ബുദ്ധി, അതിലൊന്നും ഞാൻ വീഴൂല.